സ്വരജതി പാടും പൈങ്കിളി പോരു ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ. സ്വരജതി പാടും പൈങ്കിളി പോരു ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ. തിരുവയ്യാറിൽ നിന്നു തിരുവാഴും കോടിൽ നിന്നു തിരുവിതാംകൂറിൽ നിന്നു വന്നു നീ. സ്വരജതി പാടും പൈങ്കിളി പോരു ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ. ഹൃദയമം പൊയ്കയിൽ വിടരുന്നു പൂവായി മോഹം. ആ ഓ അതിനുള്ളിലെന്നെന്നും നിറയുന്ന ദേവി വാണി മായേ സാമവേദാനന്ദം നീയേ. ആ നിസഗമ പഗമ രെ ഗ സ രെ നിസഗമ പ സ നി ധ നി പ ധ మ പ ഗ മ സ 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 ധ ഗ രി സ നി ധ പ സ നി ധ പ മ ഗ രി മ ഗ പ മ നി ധ മ പ നി ധ സ. സ്വരജതി പാടും പൈങ്കിളി പോരു ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ. മുരളിതൻ നാഭിയിൽ വീണയിൽ നാവിൽ ദേവി. ആ ഓ അനശ്വരനാദത്തിൻ ചിറകുകൾ വീശി രാഗം താനം പല്ലവിയാകൂ നീ എന്നും. സ്വരജതി പാടും പൈങ്കിളി പോരു ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ. തിരുവയ്യാറിൽ നിന്നു തിരുവാഴും കോടിൽ നിന്നു തിരുവിതാംകൂറിൽ നിന്നു വന്നു നീ. സ്വരജതി പാടും പൈങ്കിളി പോരു ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ.
തെക്കിനെ കോലായിൽ തെക്കിനിക്കോലായിൽ ഈ പാട്ട് എനിക്ക് കുറെ ഇഷ്ടമാണ്. ഐ വിഷ് ഇതിന്റെ ഒരു മെയിൽ വേർഷനും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇത് എടുത്തേനെ. ഓ ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇതെങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. Okay. ചേച്ചി. യഷ് മാം നന്നായി പാടി. താങ്ക് യു മാം. മോഹൻ സാറിന്റെ മ്യൂസിക് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതൊരു ഉഗ്രൻ സെലക്ഷൻ ആണ്, ഫാന്റാസ്റ്റിക് സെലക്ഷൻ. താങ്ക് യു മാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ യഷിന്റെ സിംഗിങ്ങിനകത്ത് ഒരു ബ്യൂട്ടി ഉണ്ട്, അത് ഇൻബിൽട്ട് ആണ്. അത് ആദ്യം ഇവിടെ വന്ന സമയം മുതലേ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. വോയിസിനകത്തൊരു ഒഴുക്കുണ്ട്, നല്ല സുഖമാണ് യശ് പാടുന്ന കേൾക്കാൻ. എനിക്കിപ്പോൾ തോന്നിയ ഒരു കാര്യം, ഇതിനകത്ത് ഈ സംഗതികൾ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കണം. അതിന് ഒരു വെയിറ്റേജ് പറയില്ലേ, ഒരുപാട് ഭാരമായിട്ട് വെയിറ്റേജ് കൊടുക്കുക എന്നുള്ളതല്ല, പക്ഷെ എന്നാൽ ഒരു ക്ലാരിറ്റി വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നോട്ട്സ് മനസ്സിലാവും. അപ്പം അതാണ് എനിക്ക് തോന്നിയത്. അല്ലാതെ യു സാങ് വെരി ബ്യൂട്ടിഫുള്ളി. ചില ഭാഗങ്ങൾ ഇപ്പം പല്ലവിയിൽ തന്നെ പൈങ്കിളി പോരൂ, അതുപോലെ രാഗം താനം പല്ലവി പല്ലവിയാകൂ അല്ലേ, അതൊന്ന് പാടുക. പല്ലവിയാകൂ രാഗം താനം ഏതാ നോട്ട് താനം കേക്കണ്ടേ? ഐ കാൺട്ട് ഹിയർ ദ നോട്ട്. കുറച്ചുകൂടെ ക്ലിയർ ആക്കാം. രാഗം താനം പല്ലവിയാകൂ നീ. ഈ ക്ലാരിറ്റി ഉണ്ടല്ലോ, ഈ വോയിസിൽ വരുന്ന ഒരു പവറും ആ ക്ലാരിറ്റിയും അതുകൊണ്ട് കുറച്ചുകൂടെ വരാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇപ്പൊ പാടുമ്പോൾ, അതായത് ഇൻസ്ട്രുമെന്റ്സിന്റെ കൂടെ വരുമ്പോഴത്തേക്ക് ആ ശബ്ദം അങ്ങ് മുങ്ങിപ്പോന്നു. അപ്പൊ കുറച്ചുകൂടി ഒരു പ്രസൻസ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ചില ഭാഗങ്ങളൊക്കെ അങ്ങ് മ്യൂസിക്കിൽ ഡിപ്പായി പോന്നു. യശ് പാടുമ്പോൾ ആ സംഗതി വരുന്നുണ്ട്, പക്ഷെ അത് ഇങ്ങനെ ഒരു വെതറി വിട്ട പോലെ, നമുക്കത് എന്താണ് ആ നോട്ട്സ് എന്ന് മനസ്സിലാവണില്ല. അതെവിടെയായിരുന്നു ഒരു സംഗതി വരുന്നത്, കുറച്ച് എക്സ്ട്രാ ഉള്ള സംഗതി. ആ ഫിനിഷിങ് എന്താ നോട്ട്സ് ക്ലിയർ ആവണത് ഒന്നൂടെ. അത് കേക്കണം. അത് ഇങ്ങനെ ഒഴുകി അങ്ങ് പോയി, നമുക്കത് എന്താ നോട്ട്സ് എന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ടുള്ള സ്വരജതി. സ്വരജതി പാടും പൈങ്കിളി പോരു ശ്രുതി. അതെന്താ മോനെ ഫിനിഷിംഗ്? പോരു എന്താ അത് ക്ലിയർ ആവണില്ല. അതല്ലേ, അപ്പൊ അത് ക്ലിയർ ആവണണ്ട. അതാണ് പാടുമ്പോ യു ആർ സിംഗിങ് ഇറ്റ്, പക്ഷെ അത് ക്ലാരിറ്റി കുറച്ചുകൂടെ വരണം അതില്. നമുക്ക് അതൊന്നിച്ചൊന്നുകൂടെ പാടുക. പാടിയിട്ട് ഇതിലേക്ക് സ്വരജതി പാടും പൈങ്കിളി പോരു ശ്രുതി. ലാസ്റ്റ് കേക്കണം. അത് അത് ക്ലിയർ ആവണം. ആ ഫിനിഷിങ്ങില് അതങ്ങ് അടഞ്ഞു പോകുന്നു. അപ്പൊ നമുക്ക് ആ നോട്ട്സ് ക്ലിയർ ആവുന്നില്ല എന്താ പാടുന്നതെന്ന്. അപ്പൊ ആ നോട്ട്സ് ക്ലാരിറ്റി കുറച്ചുകൂടി ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അല്ലാതെ യു ഹാവ് എ ഫാന്റാസ്റ്റിക് വോയിസ്, ഫാന്റാസ്റ്റിക് ഫീൽ, എല്ലാം മനോഹരമാണ്. അപ്പൊ ഇനിയിപ്പോ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി കുറച്ചൊന്ന് ഒരു പ്രസൻസ് കൊണ്ടുവരാൻ ശ്രമിക്കണം സംഗതികൾ പാടുമ്പോഴത്തേക്ക്. ചിലത് ഡിപ്പായി പോകുന്നു. സോ യു ഷുഡ് ട്രൈ ദാറ്റ്. അല്ലാതെ ഫാന്റാസ്റ്റിക് സെലക്ഷൻ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. MG സർ. യേശ് സർ, മോഹൻ സിത്താരയുടെ നല്ലൊരു പാട്ട് കേട്ടോ. യാഷിൻ്റെ ഇപ്പം മഞ്ജരി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ ഒരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഒറിജിനൽ പിച്ചാണ്. ഇതിനെക്കാട്ടിലൊരു ഹാഫ് നോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ക്ലാരിറ്റി വരുമോ? കാരണം ഈ ആദ്യം പോരു എന്നുള്ള കുറച്ച് ടു ലോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ കുറച്ചൊരു അടഞ്ഞ ഫീൽ എനിക്ക് തോന്നി. അപ്പോൾ അത് ഒരു ടോണോ അല്ലെങ്കിൽ ഒരു ഹാഫ് ടോൺ കൂട്ടിയാൽ എങ്ങനെ ഇരിക്കും? ഒരു ടോൺ കൂട്ടിയാൽ പാടാൻ പറ്റുമോ? ഒരു ടോൺ കൂട്ടാം. സ്വരജതി പാടും പൈങ്കിളി പോരു ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ, തിരുവയ്യാറിൽ നിന്നോ തിരുവാഴും കോടിൽ നിന്നോ തിരുവിതാംകൂറിൽ നിന്നോ വന്നു നീ. സ്വരജതി പാടും പൈങ്കിളി പോരു ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ. മോർ ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, കേൾക്കാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
അനുപല്ലയും കൂടെ 2 വരി ഒന്ന് പറയും. ഹൃദയമാം പൊയ്കയിൽ വിടരുന്നു പൂവായി മോഹം ആ ആ ഓ അതിനുള്ളിലെന്നെന്നും നിറയുന്ന ദേവി വാണി മായേ സാമവേദാനന്ദം എന്താ ശബ്ദം, ബ്യൂട്ടിഫുൾ വോയിസ്. അതിനെ എക്സ്പ്ലോർ ചെയ്യണം. നമ്മുടെ ശബ്ദം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ശബ്ദം നമുക്ക് ഏത് റേഞ്ചിൽ നമുക്ക് കംഫർട്ടബിൾ ആണോ അതിനകത്തങ്ങ് പാടിക്കോ. അത് ഒരു ടോൺ കുറച്ചാലോ ഒരു ടോൺ കൂടിയാലോ നിങ്ങളുടെ വോയിസിന് ഹൗ ഇറ്റ് സൗണ്ട്സ് എന്ന് മാത്രം നോക്കിയാൽ ഇപ്പം നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. ശരത് സർ. യക്ഷേ സർ, മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. അണ്ണാച്ചി കുറേ നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. എനിക്കും അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ചെയ്യുന്ന എൻ്റെ കന്നിച്ചിത്രം ക്ഷണക്കത്ത് എന്നുള്ള ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് മോഹൻ സിത്താര അണ്ണാച്ചിയായിരുന്നു. അപ്പോൾ അത് കുറേ സന്തോഷം. യക്ഷ നന്നായിട്ട് പാടി. യക്ഷ എനിക്ക് കുറേ ഇഷ്ടമായി കേട്ടോ. യക്ഷ ഒരു ജ്ഞാനസ്ഥനാണ്, അത് പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു ശബ്ദമുണ്ട്. എല്ലാ സംഗതികളും പാടുന്നത് കേൾക്കാനൊരു സുഖമുണ്ട്. എനിക്ക് ആകെ ഒരു പ്രശ്നം തോന്നിയ ഏതാണ് രാഗം താനമാണ്. അതൊരു കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല യക്ഷന് കേട്ടോ. അത് പക്ഷേ ഒക്കെ നോക്കാം, ഒരു നല്ല രസമുണ്ടായിരുന്നു യക്ഷ പാടുന്നത്. അപ്പോൾ എനിക്ക് കുറേ ഇഷ്ടമായി. താങ്ക് യു സർ. ഷാനിക. ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്, എം ജി സർ പറഞ്ഞ പോലെ ആ ഒരു 1 നോട്ട് കൂട്ടിയപ്പോഴേക്കും സംഭവിച്ച ഡിഫറൻസ് കണ്ടില്ലേ, മൊത്തം ബ്രൈറ്റായി ആ സോങ് മുഴുവൻ. അപ്പോൾ ആ തീരുമാനം കുറച്ചുകൂടെ നേരത്തെ എടുക്കാമായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എന്താണ് യഷ് ആസ് എ ക്യാപ്റ്റൻ ഞാൻ ചോദിക്കാൻ, എന്താണ് വാട്ട് ഈസ് യുവർ ടെൻഷനൊന്നുമില്ല. ഈ പാട്ടിന്റെ ആ ഒരു ഫ്ലോ കുറച്ചൊരു ഹൈ ജംപ്സ് ഉള്ള പാട്ടാണ്. അപ്പം പക്ഷെ ഹൈ ജമ്പിൽ എത്തുന്നതിന് മുന്നേ ലോ ജമ്പ് എന്ന് തന്നെ പാടാൻ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയാണല്ലോ. ഞാൻ അങ്ങനെ ഒന്നും യഷിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ മൊത്തം ഒരു അണീസി ആയിരുന്നു യഷ്. എന്തു പറ്റി? എന്തെങ്കിലും പ്രാക്ടീസ് സമയത്തും പിന്നെ ഗ്രൂമിങ് സമയത്ത് എല്ലാം പ്രോപ്പർലി പാടാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പം ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ, അത്രേ ഉള്ളൂ. മീൻസ് ഇറ്റ് ക്യാൻ ബി സോർട്ടഡ് ഔട്ട്, അത്രേ ഉള്ളൂ. അല്ല, സ്റ്റാർട്ടിങ് ട്രബിൾ കുഴപ്പമില്ല, എല്ലാവർക്കും വരും. അത് അവസാനം എൻഡിങ് ട്രബിൾ ആവരുത്. ഇപ്പം എം ജി അണ്ണൻ പാടാൻ പറയുമ്പോഴും മഞ്ജരി പാടാൻ പറയുമ്പോഴൊക്കെ സ്വരജതി ദേഷ്യം വരുന്നു. ഞാൻ വെച്ചു യഷിനെ തന്നെ തല്ലുന്നു. അല്ല യക്ഷ അങ്ങനെ ആവേണ്ട കാര്യമില്ലെന്ന്, കൂളായിട്ടിരിക്കുക. അങ്ങനെ ഒരു നല്ല പാട്ടുകാരനല്ല യക്ഷ. അപ്പം പിന്നെ അതിന് ഇങ്ങനെ കിടന്ന് എന്തൊക്കെയാലും നാളത്തെ പാട്ടുകാരനാണ്, അതൊരു ഡൗട്ടും ഇല്ല, ഒരു ഡൗട്ടും ഇല്ല. ഇല്ല അവിടെ പോയിട്ട് മ്യൂസിക് ഡയറക്ടർ പാടാൻ വരുമ്പോൾ നിന്നെ അതെ. പിന്നെ കണ്ണൂർ നോക്കുമ്പോൾ കൺസോളിനകത്ത് ആരും ഉണ്ടാവില്ല. അപ്പം യഷ് അതാണ്. പിന്നെ ഓൾവേസ് ഫൈൻഡ് യുവർ പിച്ച് കേട്ടോ. ഓക്കെ സർ. ഓക്കെ, ഓക്കെ സർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഓക്കെ, യഷ് മാർക്സ് വെക്കാം. യെസ്. എം ജി സർ. 9.2. സൂപ്പർ. താങ്ക് യു സർ. ശരത് സർ. 9.3 marks. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു ചേച്ചി. യഷിനതാ നല്ല മാർക്സ് ഗാനക്കുടത്തിൽ ഇട്ടിരിക്കുന്നു. താങ്ക് യു മാം. ഓക്കെ, സോ ടോട്ടൽ 18.5. സൂപ്പർ.